നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ ബി.ജെ.പിയിൽ സംഭവബഹുലമായ ചില കാര്യങ്ങൾ അരങ്ങേറുകയാണ്. കെ സുരേന്ദ്രനും വി മുരളീധരനും ഒതുക്കി മൂലക്കിട്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ശക്തിയായി തിരിച്ചു വരികയാണ്. രാജീവ് ചന്ദ്രശേഖരൻ്റെ കൈകളിലേക്ക് കേരളത്തിലെ ബി.ജെ.പി ഒഴുകിയിറങ്ങിയതോടെ സുരേന്ദ്രൻ മുരളീധരൻ്റെ ആളുകളെ മുഴുവൻ അദ്ദേഹം പടിക്ക് പുറത്താക്കി. ഇത്രയും നാൾ ഒതുക്കപ്പെട്ടിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ പുതിയ ചുമതലകളോടെ അധികാരങ്ങളോടെ സംസ്ഥാന ബി.ജെ.പിയിൽ പ്രബലയാവുകയാണ്, ശക്തിയാവുകയാണ്. നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശോഭാ സുരേന്ദ്രനെ പിന്നീട് കാര്യമായ ഭാരവാഹിത്വമൊന്നും നൽകാതെ സുരേന്ദ്രനും മുരളീധരനും ഒതുക്കി മൂലക്കിരുത്തുകയായിരുന്നു. അതിന് വലിയ അസംതൃപ്തിയും ശോഭയുടെ ഭാഗത്തു നിന്ന് അവർ പ്രകടിപ്പിച്ചിരുന്നു. മത്സരിക്കാൻ സീറ്റുകൾ നൽകുമെങ്കിലും വിജയിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുമെങ്കിലും ഒക്കെ എന്തോ ഒരു നിർഭാഗ്യം ശോഭയെ വിടാതെ പിന്തുടർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിവരികയാണ്. ബി.ജെ.പിയുടെ പുതിയ ഭാരവാഹി ലിസ്റ്റിൽ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായ ശേഷം ഇറക്കുന്ന ആദ്യ ഭാരവാഹി ലിസ്റ്റിൽ പ്രധാന പേരുകാരി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് കഴിഞ്ഞാൽ അധികാര സ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അധികാരമുള്ളവർ ജനറൽ സെക്രട്ടറിമാരാണ്. 4 ജനറൽ സെക്രട്ടറിമാരാണ് ബി.ജെ.പിക്കുള്ളത്. അതിൽ ഒരാളായി ശോഭയെ അവരോധിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. അമിത്ഷാ നാളെ ബി.ജെ.പിയുടെ സംസ്ഥാന മന്ദിരം, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. കെ.ജി. സ്മാരാർ സ്മൃതി ഭവൻ എന്ന ആ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും ഭാരവാഹി പട്ടിക പുറത്തിറക്കുക. ആ ഭാരവാഹി പട്ടികയിൽ സുരേന്ദ്രൻ മുരളീധരൻ പക്ഷങ്ങളെ മുഴുവൻ രാജീവ് ചന്ദ്രശേഖർ വെട്ടിയൊതുക്കി. അതിനു പകരം സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും എതിരാളികളെ മുഴുവൻ ആ ഭാരവാഹി ലിസ്റ്റിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ സർവശക്തിയായി തിരിച്ചു വന്നത്. ഒരു തവണ ഒരില്ലെങ്കിൽ ഒരു വേള പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തു പോകുമെന്ന് കരുതിയ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. CPM ചേരാൻ അവർ തയ്യാറെടുക്കുന്നു എന്നുവരെയുള്ള വാർത്തകൾ പറഞ്ഞിരുന്നു. സുരേന്ദ്രനും വി മുരളീധരനും ശോഭയെ ഒരു കാരണവശാലും ബി.ജെ.പിയിൽ ശക്തിയാകാൻ അനുവദിക്കില്ല എന്നുള്ള ദൃഢനിശ്ചയത്തിലായിരുന്നു. എന്നാൽ ആ കാലമെല്ലാം പോയി മറിഞ്ഞു എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി.ജെ.പിയുടെ പുതിയ മുഖമായി നിൽക്കും. വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ, കേന്ദ്രത്തിൽ നിന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഒക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ ബി.ജെ.പിയുടെ സ്റ്റാർ ക്യാമ്പയിനറും സാക്ഷാൽ ശോഭാ സുരേന്ദ്രനായിരിക്കും. കായംകുളം മണ്ഡലത്തിൽ നിന്ന് ശോഭ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ബി.ജെ.പി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കായംകുളത്ത് നിന്നല്ല, മറ്റ് മണ്ഡലങ്ങളിൽ, കോന്നി അടക്കമുള്ള മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരത്ത് നേമം അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം, വട്ടിയൂർക്കാവ് അടക്കമുള്ള മണ്ഡലങ്ങളിലെല്ലാം ശോഭാ സുരേന്ദ്രൻ എന്നാൽ ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുണ്ട്. ഇനി തൃശ്ശൂർ മണ്ഡലത്തിൽ പോലും ശോഭാ സുരേന്ദ്രൻ നിർത്തിയാൽ ബി.ജെ.പിക്ക് അവിടെ അനായാസം വിജയിച്ച് കയറാമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ശോഭാ സുരേന്ദ്രൻ്റെ വനവാസം അവസാനിച്ചു. പാർട്ടിയിൽ ശക്തിയായി ശോഭ തിരിച്ചു വരികയാണ്. മുരളീധരനും കെ സുരേന്ദ്രനും അവരുടെ ശിങ്കിടികളും ശോഭാ സുരേന്ദ്രനെ ബി.ജെ.പിയുടെ കയ്യകലത്തിൽ നിർത്തിയിരിക്കുന്ന ആ അവസ്ഥയെല്ലാം ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞു. ശോഭ ജനറൽ സെക്രട്ടറിയായി തിരിച്ചു വരികയാണ്. ഷോൺ ജോർജ്, ശോഭാ സുരേന്ദ്രൻ, എസ് സുരേഷ് തുടങ്ങിയ പ്രഗത്ഭരായ ജനറൽ സെക്രട്ടറിമാരെ അണിനിർത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയെ സംസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെയും ശിങ്കിടികളെ മുഴുവൻ വെട്ടി നിരത്തിക്കൊണ്ടാണ് ശോഭയെപ്പോലെ മുരളീധര വിരുദ്ധയായ അല്ലെങ്കിൽ സുരേന്ദ്ര വിരുദ്ധയായ ഒരു നേതാവിനെ മുഖ്യധാരയിലേക്ക് വീണ്ടും രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുവരുന്നത്. ഏതായാലും വരും കാലത്ത് അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രധാന മുഖങ്ങളിലൊന്ന് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.